ഹലോ പ്രിയമുള്ളവരെ, ബൈബിൾ ഇൻ എ ഇയർ എന്ന ദൈവവചന വായനാ പദ്ധതിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ മലയാളം പോഡ്കാസ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ. ഞാൻ ഡാനിയലച്ചൻ. ദൈവവചനത്തിലൂടെ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാനും കർത്താവിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ഒരു വർഷം മുഴുവൻ ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള 73 പുസ്തകങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ കഥ ഒരു പ്രമേയമായി മനസ്സിലാക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന റീഡിംഗ് പ്ലാനാണ് നാം ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഈ വായനാ സഹായി ആവശ്യമുണ്ടെങ്കിൽ BIYindia.com/മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ്. ഇന്ന് 123 ദിവസം. ഇന്നത്തെ വചന വായനയുടെ ഭാഗങ്ങൾ 2 സാമുവേൽ അധ്യായം 4, 1 ദിനവൃത്താന്തം അധ്യായങ്ങൾ 5ഉം 6ഉം. ഈ വായനകൾക്ക് ശേഷം 26 സങ്കീർത്തനം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാൻ വായനയ്ക്കായി ഉപയോഗിക്കുന്നത് POC പുറത്തിറക്കിയ മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ്. വചനം വായിച്ചു തുടങ്ങാം. വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. 2 സാമുവേൽ അധ്യായം 4. ഇഷ്ബോഷെത്ത് വധിക്കപ്പെടുന്നു. അബ്നേർ ഹെബ്രോണിൽ വെച്ച് മരിച്ചെന്ന് സാവൂളിൻ്റെ മകൻ കേട്ടപ്പോൾ അവൻ്റെ ശക്തി ചോർന്നുപോയി. ഇസ്രായേൽക്കാർ മുഴുവൻ അമ്പരന്നു. സാവൂളിൻ്റെ മകന് 2 പടത്തലവന്മാരുണ്ടായിരുന്നു. ഒരുവൻ്റെ പേര് ബാന, രണ്ടാമൻ്റെ പേര് റേക്കാബ്. അവർ ബെഞ്ചമീനിൽ നിന്നുള്ള ബേറോത്തുകാരനായ റിമ്മോൻ്റെ പുത്രന്മാരായിരുന്നു. എന്തെന്നാൽ ബേറോത്തും ബെഞ്ചമിനോട് ചേർത്താണ് കണക്കാക്കപ്പെട്ടിരുന്നത്. എന്നാൽ ബേറോത്തുകാർ ഗിത്തയീമിലേക്ക് പലായനം ചെയ്തു. അവർ ഇന്നുവരെ അവിടെ പ്രവാസികളാണ്. സാവൂളിൻ്റെ മകൻ ജോനാഥാന് ഇരുകാലുകൾക്കും മുടന്തുള്ള ഒരു പുത്രനുണ്ടായിരുന്നു. സാവൂളിനെയും ജോനാഥനെയും കുറിച്ചുള്ള വാർത്ത ജസ്രയേലിൽ നിന്നെത്തുമ്പോൾ അവന് 5 വയസ്സുണ്ടായിരുന്നു. അവൻ്റെ വളർത്തമ്മ അവനെയും എടുത്തുകൊണ്ട് ഓടിപ്പോകാനുള്ള അവളുടെ വ്യഗ്രതയിൽ അവൻ വീണുപോയി. അങ്ങനെയാണ് അവന് മുടന്തുണ്ടായത്. അവൻ്റെ പേര് മെഫീബോഷെത്ത് എന്നായിരുന്നു. ബേറോത്തുകാരനായ റിമ്മോൻ്റെ പുത്രന്മാരായ റേക്കാബും ബാനായും സഞ്ചരിച്ച് ഈഷ്ബോഷെത്തിൻ്റെ വീട്ടിലേക്ക് ചെന്നു. അപ്പോൾ ദിവസത്തിന് ചൂടേറിയിരുന്നു. അവൻ മധ്യാഹ്ന ശയനം നടത്തുകയായിരുന്നു. അവിടെ ഗോതമ്പ് വാങ്ങുന്നവരായി ഭാവിച്ച് അവർ ഭവന മധ്യം വരെ ചെന്ന് അവനെ വയറിന് കുത്തി. എന്നിട്ട് റേക്കാബും സഹോദരൻ ബാനായും കടന്നു കളഞ്ഞു. അവർ വീടിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ അവൻ ഉറക്കറയിൽ തൻ്റെ കിടക്കയിൽ ശയിക്കുകയായിരുന്നു. അവർ അവനെ ആക്രമിച്ച് വധിച്ച് അവൻ്റെ തല വേർപെടുത്തി. തലയും എടുത്തവർ അറാബായുടെ വഴിയെ രാത്രി മുഴുവൻ യാത്ര ചെയ്തു. അവർ ഈഷ്ബോഷെത്തിൻ്റെ തല ഹെബ്രോണിൽ ദാവീദിൻ്റെ പക്കൽ കൊണ്ടുവന്നു. അവർ രാജാവിനോട് പറഞ്ഞു, നിന്റെ ജീവൻ തേടിയിരുന്ന നിന്റെ ശത്രുവായ സാവൂളിൻ്റെ മകൻ ഈഷ്ബോഷെത്തിൻ്റെ തല ഇതാ. കർത്താവ് സാവൂളിനോടും അവൻ്റെ സന്തതിയോടും എൻ്റെ യജമാനനായ രാജാവിനു വേണ്ടി ഇന്ന് പ്രതികാരം ചെയ്തിരിക്കുന്നു. എന്നാൽ ബേറോത്തുകാരനായ റിമ്മോൻ്റെ മക്കളായ റേക്കാബിനോടും അവൻ്റെ സഹോദരൻ ബാനായോടും ദാവീദ് പ്രത്യുത്തരിച്ചു. അവർ അവനോട് പറഞ്ഞു, സകല ക്ലേശത്തിലും നിന്ന് എൻ്റെ ജീവൻ മോചിപ്പിച്ച ജീവിക്കുന്ന കർത്താവാണേ, ഇതാ സാവൂൾ മരിച്ചിരിക്കുന്നുവെന്ന് സ്വന്തം ദൃഷ്ടിയിൽ സദ്വാർത്തയായി എന്നോട് വിവരിച്ചവനെ സിക്ലാഗിൽ വെച്ച് ഞാൻ പിടികൂടി വധിച്ചു. അതായിരുന്നു അവൻ്റെ സദ്വാർത്തയ്ക്ക് അവന് ഞാൻ കൊടുത്ത പ്രതിഫലം. അങ്ങനെയെങ്കിൽ നീതിമാനായ ഒരാളെ അയാളുടെ ഭവനത്തിൽ സ്വന്തം കിടക്കയിൽ വെച്ച് ദുഷ്ടരായ ആളുകൾ കൊന്നുകളയുമ്പോഴോ? ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ അവൻ്റെ രക്തപ്രതികാരം തേടാതെയും നിങ്ങളെ ഭൂമിയിൽ നിന്ന് ഉന്മൂലനം ചെയ്യാതെയും ഇരിക്കുമോ? ദാവീദ് തൻ്റെ ഭൃത്യന്മാരോട് കൽപ്പിച്ചപ്പോൾ അവർ അവരെ കൊന്ന് കൈകാലുകൾ വെട്ടി നീക്കി ഹെബ്രോണിലെ തടാകത്തോട് ചേർന്ന് കെട്ടിത്തൂക്കി. എന്നാൽ അവർ ഈഷ്ബോഷെത്തിൻ്റെ തലയെടുത്ത് ഹെബ്രോണിൽ അബ്നേറിൻ്റെ കല്ലറയിൽ അടക്കം ചെയ്തു. 1 ദിനവൃത്താന്തം അധ്യായം 5. റൂബൻ്റെ സന്തതികൾ. ഇസ്രായേലിൻ്റെ ആദ്യജാതനായ റൂബൻ്റെ പുത്രന്മാർ. അവൻ ആദ്യജാതനാണെങ്കിലും തൻ്റെ പിതാവിൻ്റെ ശയ്യ മലിനമാക്കിയതിനാൽ അവൻ്റെ കടിഞ്ഞൂലവകാശം ഇസ്രായേലിൻ്റെ മകനായ ജോസഫിൻ്റെ പുത്രന്മാർക്ക് നൽകപ്പെട്ടു. അങ്ങനെ അവൻ കടിഞ്ഞൂലവകാശത്തിനായി ചേർക്കപ്പെട്ടിട്ടില്ല. യൂദ അവൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ പ്രബലനാവുകയും അവനിൽ നിന്ന് ഒരു നേതാവ് ഉണ്ടാവുകയും ചെയ്തിട്ടും കടിഞ്ഞൂലവകാശം ജോസഫിനായിരുന്നു. ഇസ്രായേലിൻ്റെ ആദിജാതനായ റൂബൻ്റെ പുത്രന്മാർ ഹനോക്ക്, ഫല്ലു, ഹെസ്രോൺ, കർമ്മി എന്നിവരായിരുന്നു. ജോയേലിൻ്റെ പുത്രന്മാർ പുത്രൻ ഷമായ, അവൻ്റെ പുത്രൻ ഗോഗ്, അവൻ്റെ പുത്രൻ ഷിമയി, അവൻ്റെ പുത്രൻ മീഖ, അവൻ്റെ പുത്രൻ റയായ, അവൻ്റെ പുത്രൻ ബാൽ. അസീറിയ രാജാവ് തിൽഗത്ത് ഫിൽനസർ വിപ്രവാസത്തിലേക്ക് കൊണ്ടുപോയ ബേറ ആയിരുന്നു അവൻ്റെ പുത്രൻ. അവൻ റൂബന്യരുടെ നേതാവായിരുന്നു.
അവൻ്റെ സഹോദരന്മാർ കുലങ്ങളനുസരിച്ച് തങ്ങളുടെ വംശാവലിയിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. തലവൻ ജയിയേലും സക്കറിയായും, ജോയേലിൻ്റെ പുത്രനായ ഷേമായിയുടെ പുത്രൻ അസാസിൻ്റെ പുത്രനായ ബേലായും. നെബോയും ബാൽമെയോനും വരെ വ്യാപിച്ചിരുന്ന അരോവറിൽ അവൻ വസിച്ചിരുന്നു. ഗിലെയാദ് ദേശത്ത് അവർക്ക് കാലിക്കൂട്ടങ്ങൾ വർദ്ധിച്ചതുകൊണ്ട് യൂഫ്രട്ടീസ് നദിയുടെ കിഴക്ക് മരുഭൂമിയിലേക്ക് എത്തും വരെ അവർ അധിവസിച്ചു. സാവൂളിൻ്റെ കാലത്ത് ഹഗ്രിയാക്കാരുമായി അവർ യുദ്ധം ചെയ്തു. അക്കൂട്ടർ അവൻ്റെ കരങ്ങളിൽ നിബദിച്ചു. അവർ ഗിലെയാദിൻ്റെ കിഴക്ക് ഭാഗത്ത് തങ്ങളുടെ കൂടാരങ്ങളിൽ പാർത്തു. ഗാദിൻ്റെ സന്തതികൾ. ഗാദിൻ്റെ പുത്രന്മാർ വടക്കോട്ട് ബാഷാൻ ദേശത്ത് സലേക്ക വരെ പാർത്തു. തലവൻ ജോയേലും രണ്ടാമൻ ഷാഫായും യാനായിയും ഷാഫാത്തും ബാഷാനിലായിരുന്നു. അവരുടെ സഹോദരന്മാർ പിതൃകുടുംബമനുസരിച്ച് മിഖായേൽ, മെഷുല്ലാം, ഷേബ, യോറായ്, യക്കാൻ, സിയ, ഏബർ എന്നിങ്ങനെ 7 പേരായിരുന്നു. ഇവർ ഹൂറിയുടെ പുത്രനായ അബിഹായിലിൻ്റെ പുത്രന്മാരായിരുന്നു. ഹൂറി യെറോവായുടെ പുത്രനും ഗിലെയാദിൻ്റെ പൗത്രനും മിഖായേലിൻ്റെ പ്രപൗത്രനുമായിരുന്നു. മിഖായേൽ യെഷിയായുടെ പുത്രനും യഹൂദോയുടെ പൗത്രനും ബൂസിൻ്റെ പ്രപൗത്രനുമായിരുന്നു. ഗൂനിയുടെ പുത്രനായ അബ്ദിയേലിൻ്റെ പുത്രൻ ആഹി തൻ്റെ പിതൃകുടുംബത്തിൻ്റെ തലവനായിരുന്നു. അവർ ബാഷാനിലെ ഗിലെയാദിലും അതിൻ്റെ ഗ്രാമങ്ങളിലും ഷാരോണിലെ എല്ലാ മേച്ചിൽപ്പുറങ്ങളിലും അവയുടെ അതിർത്തികൾ വരെ പാർത്തു. ഇവയെല്ലാം യൂദാ രാജാവായ യോഥാമിൻ്റെയും ഇസ്രായേൽ രാജാവായ ജെറോബോവാമിൻ്റെയും നാളുകളിൽ രേഖപ്പെടുത്തപ്പെട്ടു. റൂബൻ, ഗാദ്, മനാസയുടെ ഗോത്രവാദി എന്നിവയിൽപ്പെട്ട ശൂരന്മാരിൽ നിന്ന് വാളും പരിചയമെടുക്കുന്നവരും വില്ല് കുലയ്ക്കുന്നവരും യുദ്ധം അഭ്യസിച്ചവരുമായ 44,760 ആളുകൾ ഒരു സൈന്യമായി പുറപ്പെട്ടു. അവർ ഹഗ്രിയാക്കാർ യഥൂർ, നാഫീഷ്, നോദാബ് എന്നിവരോട് യുദ്ധം ചെയ്തു. യുദ്ധത്തിൽ അവർ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചതിനാൽ അവർക്ക് സഹായം ലഭിക്കുകയും ഹഗ്രിയാക്കാരും അവരോടൊപ്പമുള്ളവരും അവരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുകയും ചെയ്തു. അവർക്ക് സമൃദ്ധിയുണ്ടായി, കാരണം അവർ അവിടുന്നിൽ ആശ്രയിച്ചു. അവർ അക്കൂട്ടരുടെ കാലിക്കൂട്ടങ്ങളെ പിടിച്ചെടുത്തു. 50,000 ഒട്ടകങ്ങൾ, 2,50,000 ആടുമാടുകൾ, 2,000 കഴുതകൾ എന്നിവ കൂടാതെ 1,00,000 മനുഷ്യരുമുണ്ടായിരുന്നു. മാത്രമല്ല, യുദ്ധം ദൈവത്തിൽ നിന്നായിരുന്നതിനാൽ അനവധി പേർ മുറിവേറ്റ് വീണു. പ്രവാസകാലം വരെ അവർ അക്കൂട്ടർക്ക് പകരം അവിടെ പാർത്തു. മനാസെ ഗോത്രത്തിൻ്റെ പാതിയിൽപ്പെട്ടവർ ബാഷാൻ ദേശം മുതൽ ബാൽ ഹെർമോൻ വരെയും സെനിറിലും ഹെർമോൻ മലയിലും വസിച്ചു. അവർ വർദ്ധിച്ചു. അവരുടെ പിതൃഭവനങ്ങളുടെ തലവന്മാർ ഇവരായിരുന്നു: ഏഫർ, ഇഷി, എലിയേർ, അസ്രിയേൽ, ജെറമിയ, ഹോദാവിയ, യഹദിയേൽ. അവർ ധീരയോദ്ധാക്കളും പേരുകേട്ട ആളുകളും തങ്ങളുടെ പിതൃഭവനത്തിന് നേതാക്കന്മാരുമായിരുന്നു. എന്നാൽ അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തോട് അവിശ്വസ്തത കാണിച്ച് തങ്ങളുടെ മുമ്പിൽ നിന്ന് ദൈവം നിർമ്മാർജ്ജനം ചെയ്ത ദേശത്തെ ജനങ്ങളുടെ ദേവന്മാരുടെ പിന്നാലെ വ്യഭിചരിച്ച് നടന്നു. ഇസ്രായേലിൻ്റെ ദൈവം അസീറിയ രാജാവായ പുലിൻ്റെ അരൂപിയെ, അതായത് അസീറിയ രാജാവായ തിൽഗത് പിൽനേസറിൻ്റെ അരൂപിയെ ഉണർത്തി. അവൻ റൂബൻകാരെയും ഗാദുകാരെയും മനാസയുടെ ഗോത്രവാദിയെയും വിപ്രവാസികളാക്കി ഹാല, ഹാബോർ, ഹാറ, ഗോസാൻ നദി എന്നിവിടങ്ങളിലേക്ക് കൊണ്ടുപോയി. ഇന്നുവരെ അവർ അവിടെയുണ്ട്. ലേവിയുടെ സന്തതികൾ. ലേവിയുടെ പുത്രന്മാർ ഗർഷോം, കെഹാത്ത്, മെറാറി എന്നിവരും കെഹാത്തിൻ്റെ പുത്രന്മാർ അമ്രാം, ഇസാർ, ഹെബ്രോൺ, ഉസിയേൽ എന്നിവരുമായിരുന്നു. അമ്രാമിൻ്റെ മക്കൾ അഹറോൻ, മോശ, മിരിയാം എന്നിവരും അഹറോൻ്റെ പുത്രന്മാർ നാദാബ്, അബീഹു, എലിയാസർ, ഇത്താമർ എന്നിവരുമായിരുന്നു. എലിയാസർ ഫിനെഹാസിനെ ജനിപ്പിച്ചു. ഫിനെഹാസ് അബിഷുവാമിനെ ജനിപ്പിച്ചു. അബിഷുവ ബുക്കീമിനെ ജനിപ്പിച്ചു. ബുക്കി ഉസിയെ ജനിപ്പിച്ചു. ഉസി സെരാഹിയായെ ജനിപ്പിച്ചു. സെരാഹിയ മെരായോത്തിനെ ജനിപ്പിച്ചു. മെരായോത്ത് അമരിയായെ ജനിപ്പിച്ചു. അമരിയ അഹിത്തൂബിനെ ജനിപ്പിച്ചു. അഹിത്തൂബ് സാദോക്കിനെ ജനിപ്പിച്ചു. സാദോക്ക് അഹിമാസിനെ ജനിപ്പിച്ചു. അഹിമാസ് അസറിയായെ ജനിപ്പിച്ചു. അസറിയ യോഹനാനെ ജനിപ്പിച്ചു. യോഹനാൻ അസറിയായെ ജനിപ്പിച്ചു. അവൻ ജെറുസലേമിൽ സോളമൻ പണിയിച്ച ആലയത്തിലെ പുരോഹിതനായിരുന്നു. അസറിയ അമരിയായെ ജനിപ്പിച്ചു. അമരിയ അഹിത്തൂബിനെ ജനിപ്പിച്ചു. അഹിത്തൂബ് സാദോക്കിനെ ജനിപ്പിച്ചു. സാദോക്ക് ഷല്ലൂമിനെ ജനിപ്പിച്ചു. ഷല്ലൂം ഹിൽക്കിയായെ ജനിപ്പിച്ചു. ഹിൽക്കിയ അസറിയായെ ജനിപ്പിച്ചു. അസറിയ സെരായയെ ജനിപ്പിച്ചു. സെരായ യഹോസാദാക്കിനെ ജനിപ്പിച്ചു. കർത്താവ് യൂദായെയും ജെറുസലേമിനെയും നെബൂഖദ്നേസറിന്റെ കരത്താൽ പ്രവാസികളാക്കിയപ്പോൾ യഹോസദാക്കും പോയി. 1 ദിനവൃത്താന്തം അധ്യായം 6. ലേവിയുടെ പുത്രന്മാർ. ഗർഷോം, കെഹാത്ത്, മെറാറി. ഗർഷോമിൻ്റെ പുത്രന്മാരുടെ പേരുകളിവയാണ്: ലിബ്നിയും ഷിമെയിയും. കെഹാത്തിൻ്റെ പുത്രന്മാർ അമ്രാം, ഇസാർ, ഹെബ്രോൺ, ഉസിയേൽ.
മെറാറിയുടെ പുത്രന്മാർ മഹ്ലിയും മൂഷിയും. ഇവയാണ് അവരുടെ പിതാക്കന്മാർക്കനുസരിച്ച് ലേവി കുലങ്ങൾ. ഗർഷോമിന് ലിബ്നി, അവൻ്റെ പുത്രൻ ഇഹത്ത്, അവൻ്റെ പുത്രൻ സിമ്മ, അവൻ്റെ പുത്രൻ യോവാഹ്, അവൻ്റെ പുത്രൻ ഇദ്ദോ, അവൻ്റെ പുത്രൻ സേറാഹ്, അവൻ്റെ പുത്രൻ യത്രായ്. കെഹാത്തിൻ്റെ പുത്രൻ അബിനാദാബ്, അവൻ്റെ പുത്രൻ കോറഹ്, അവൻ്റെ പുത്രൻ അസീർ, അവൻ്റെ പുത്രൻ എൽക്കാന, അവൻ്റെ പുത്രൻ എബിയാസാഫ്, അവൻ്റെ പുത്രൻ അസീർ, അവൻ്റെ പുത്രൻ താഹത്ത്, അവൻ്റെ പുത്രൻ ഊറിയേൽ, അവൻ്റെ പുത്രൻ ഉസിയ, അവൻ്റെ പുത്രൻ സാവൂൾ. എൽക്കാനയുടെ പുത്രന്മാർ അമാസായിയും അഹിമോത്ത് എൽക്കാനയും. അവൻ്റെ പുത്രൻ എൽക്കാന, അവൻ്റെ പുത്രൻ സോഫായ്, അവൻ്റെ പുത്രൻ നഹത്ത്, അവൻ്റെ പുത്രൻ ഏലിയാബ്, അവൻ്റെ പുത്രൻ യെറോഹാം, അവൻ്റെ പുത്രൻ എൽക്കാന. സാമുവേലിൻ്റെ പുത്രന്മാർ ആദിജാതൻ ജോയേലും രണ്ടാമൻ അബിയായും. മെറാറിയുടെ പുത്രൻ മഹ്ലി, അവൻ്റെ പുത്രൻ ലിബിനി, അവൻ്റെ പുത്രൻ ഷിമയി, അവൻ്റെ പുത്രൻ ഉസാ, അവൻ്റെ പുത്രൻ ഷിമയ, അവൻ്റെ പുത്രൻ ഹഗിയ, അവൻ്റെ പുത്രൻ അസായ. പേടകത്തിൻ്റെ പ്രതിഷ്ഠാപനം മുതൽ കർത്താവിൻ്റെ ആലയത്തിലെ ഗാനസംഘത്തിനു വേണ്ടി ദാവീദ് നിയമിച്ചവരാണിവർ. സോളമൻ ജെറുസലേമിൽ കർത്താവിൻ്റെ ആലയം പണിയുന്നതുവരെ സമാഗമ കൂടാരത്തിനു മുമ്പിൽ അവർ ഗാനശുശ്രൂഷ ചെയ്തിരുന്നു. അവർ തങ്ങളുടെ ക്രമമനുസരിച്ച് ശുശ്രൂഷ ചെയ്തു പോന്നു. ശുശ്രൂഷ ചെയ്തിരുന്നവരും അവരുടെ പുത്രന്മാരും ഇവരാണ്. കൊഹാത്യരിൽ നിന്ന് സാമുവേലിൻ്റെ പുത്രനായ ജോയേലിൻ്റെ പുത്രനും പാട്ടുകാരനുമായ ഹേമാൻ. സാമുവേൽ എൽക്കാനയുടെ പുത്രനായിരുന്നു. എൽക്കാന യെറോഹാമിൻ്റെ പുത്രനും എലിയേലിൻ്റെ പൗത്രനും തോവാഹിൻ്റെ പ്രപൗത്രനും ആയിരുന്നു. തോവാഹ് സൂഫിൻ്റെ പുത്രനും എൽക്കാനയുടെ പൗത്രനും മഹത്തിൻ്റെ പ്രപൗത്രനും ആയിരുന്നു. മഹത്ത് അമാസായിയുടെ പുത്രനും എൽക്കാനയുടെ പൗത്രനും ജോയേലിൻ്റെ പ്രപൗത്രനും ആയിരുന്നു. ജോയേൽ അസരിയായുടെ പുത്രനും സെഫനിയായുടെ പൗത്രനും തഹത്തിൻ്റെ പ്രപൗത്രനും ആയിരുന്നു. തഹത്ത് അസീറിൻ്റെ പുത്രനും എബിയാസാഫിൻ്റെ പൗത്രനും കോറഹിൻ്റെ പ്രപൗത്രനുമായിരുന്നു. കോറഹ് ഇസാറിൻ്റെ പുത്രനും കെഹാത്തിൻ്റെ പൗത്രനും ലേവിയുടെ പ്രപൗത്രനുമായിരുന്നു. അവൻ ഇസ്രായേലിൻ്റെ പുത്രനായിരുന്നു. ഹേമാന്റെ സഹോദരൻ ആസാഫ് അവൻ്റെ വലതുഭാഗത്ത് നിന്നിരുന്നു. ആസാഫ് ബെറക്കിയായുടെ പുത്രനും ഷിമയായുടെ പൗത്രനും മിഖായേലിൻ്റെ പ്രപൗത്രനുമായിരുന്നു. മിഖായേൽ ബാസയായുടെ പുത്രനും മൽക്കിയായുടെ പൗത്രനും യത്നിയുടെ പ്രപൗത്രനും ആയിരുന്നു. യത്നി സേറഹിൻ്റെ പുത്രനും അദായായുടെ പൗത്രനും യത്താൻ്റെ പ്രപൗത്രനുമായിരുന്നു. യേത്താൻ സിമ്മായുടെ പുത്രനും ഷിമയുടെ പൗത്രനും യാഹത്തിൻ്റെ പ്രപൗത്രനുമായിരുന്നു. യാഹത്ത് ഗർഷോമിൻ്റെ പുത്രനായിരുന്നു. അവൻ ലേവിയുടെ പുത്രനായിരുന്നു. അവരുടെ സഹോദരന്മാരായ മെറാര്യർ ഇടത്തുവശത്ത്. യേത്താൻ കീഷിൻ്റെ പുത്രനും അബ്ദിയുടെ പൗത്രനും മല്ലൂക്കിൻ്റെ പ്രപൗത്രനുമായിരുന്നു. മല്ലൂക്ക് ഹഷാബിയായുടെ പുത്രനും അമസിയായുടെ പൗത്രനും ഹിൽക്കിയായുടെ പ്രപൗത്രനുമായിരുന്നു. ഹിൽക്കിയ അമസിയുടെ പുത്രനും ബാനിയുടെ പൗത്രനും ഷേമറിൻ്റെ പ്രപൗത്രനുമായിരുന്നു. ഷേമർ മഹ്ലിയുടെ പുത്രനും മൂഷിയുടെ പൗത്രനും മെറാറിയുടെ പ്രപൗത്രനുമായിരുന്നു. അവൻ ലേവിയുടെ പുത്രനായിരുന്നു. അവരുടെ സഹോദരന്മാരായ ലേവ്യർ ദേവാലയ ശ്രീകോവിലിൻ്റെ എല്ലാ ശുശ്രൂഷയ്ക്കുമായി നിയമിക്കപ്പെട്ടിരുന്നു. ദൈവദാസനായ മോശ കൽപ്പിച്ചതെല്ലാം അനുസരിച്ച് അഹറോനും അവൻ്റെ സന്തതികളും അതിവിശുദ്ധ സ്ഥലത്തെ എല്ലാ ശുശ്രൂഷകൾക്കായും ഇസ്രായേലിൻ്റെ പരിഹാരത്തിനായും ഹോമയാഗ ബലിപീഠത്തിന്മേലും ധൂപബലിപീഠത്തിന്മേലും ധൂമിച്ചിരുന്നു. അഹറോൻ്റെ പുത്രന്മാർ ഇവരാണ്: പുത്രൻ എലിയാസർ, അവൻ്റെ പുത്രൻ ഫിനഹാസ്, അവൻ്റെ പുത്രൻ അബീഷുവ, അവൻ്റെ പുത്രൻ ബൂഖി, അവൻ്റെ പുത്രൻ ഉസി, അവൻ്റെ പുത്രൻ സെറാഹിയ, അവൻ്റെ പുത്രൻ മെറായോത്ത്, അവൻ്റെ പുത്രൻ അമറിയ, അവൻ്റെ പുത്രൻ അഹിത്തൂബ്, അവൻ്റെ പുത്രൻ സാദോക്ക്, അവൻ്റെ പുത്രൻ അഹിമാസ്. അവരുടെ അതിർത്തികളിലുള്ള പാളയമനുസരിച്ച് അവരുടെ വാസസ്ഥലങ്ങൾ ഇവയാണ്. കുറി അവർക്കായിരുന്നതുകൊണ്ട് അഹ്റോന്റെ പുത്രന്മാരായ കെഹാത്യരുടെ കുലങ്ങൾക്ക് യൂദാദേശത്ത് ഹെബ്രോണും അതിനു ചുറ്റുമുള്ള മേച്ചിൽ സ്ഥലങ്ങളും അവൻ കൊടുത്തു. എന്നാൽ പട്ടണത്തിൻ്റെ വയലും അതിൻ്റെ വാസസ്ഥലങ്ങളും യെഫുന്നയുടെ പുത്രനായ കാലേബിന് അവർ നൽകി. അഹ്റോന്റെ പുത്രന്മാർക്ക് അഭയനഗരങ്ങളായ ഹെബ്രോണും ലിബ്നായും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും യത്തീറും എസ്തെവവുമായും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും അവർ നൽകി. കൂടാതെ ഹീലേനും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും ദബീറും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും ആശാനും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും ബേത്ത്ഷെമേഷും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് ഗേബായും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും അമലേത്തും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും അനാത്തോത്തും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും. അക്കൂട്ടരുടെ പട്ടണങ്ങളെല്ലാം കൂടി ഇവരുടെ കുലങ്ങൾക്ക് 13 പട്ടണങ്ങൾ.
ശേഷിച്ച കെഹാത്യർക്ക് കുറി അനുസരിച്ച് മനാസെ ഗോത്രത്തിൻ്റെ പാതി ഗോത്രകുലത്തിൽ നിന്ന് 10 പട്ടണങ്ങളും, ഇസാക്കർ, ആഷേർ, നഫ്താലി, മനാസെ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് ഗർഷോമ്യർക്ക് അവരുടെ കുലമനുസരിച്ച് ബാഷാനിൽ 13 പട്ടണങ്ങളും, റൂബൻ, ഗാദ്, സെബുലൂൺ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് മെറാര്യർക്ക് അവരുടെ കുലങ്ങളനുസരിച്ച് 12 പട്ടണങ്ങളും അവർ നൽകി. അങ്ങനെ ഇസ്രായേല്യർ പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും ലേവ്യർക്ക് നൽകി. യഹൂദ്യരുടെ ഗോത്രത്തിൽ നിന്നും ശിമെയോന്യരുടെ ഗോത്രത്തിൽ നിന്നും ബെഞ്ചമീന്യരുടെ ഗോത്രത്തിൽ നിന്നും നാമാവലിയിൽ പരാമർശിച്ച ഈ പട്ടണങ്ങൾ അവർ കുറിയിട്ട് കൊടുത്തു. കെഹാത്യ കുലങ്ങളിൽ ചിലർക്ക് എഫ്രായിം ഗോത്രത്തോട് ചേർന്ന് തങ്ങളുടെ അതിർത്തി പട്ടണങ്ങളുണ്ടായിരുന്നു. എഫ്രായിം മലനാട്ടിലെ അഭയനഗരങ്ങളായ ഷെക്കേമും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും ഗേസറും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും അക്കൂട്ടർ അവർക്ക് നൽകി. കൂടാതെ യോക്മയാമും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും ബേത്ത് ഹൊറോണും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും അയ്യാലോനും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും ഗത്രിമ്മോനും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും. കെഹാത്യരുടെ അവശേഷിക്കുന്ന കുലങ്ങൾക്ക് മനാസയുടെ ഗോത്രവാദിയിൽ നിന്ന് അനേറും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും ബെലയാമും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും. ഗർഷോമ്യർക്ക് മനാസയുടെ ഗോത്രവാദിയിൽ നിന്ന് ബാഷാനിലെ ഗോലാനും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും അഷ്താറോത്തും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും. ഇസാക്കർ ഗോത്രത്തിൽ നിന്ന് കേദഷും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും ദബാറത്തും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും റാമോത്തും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും ആനേമും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും. ആഷേർ ഗോത്രത്തിൽ നിന്ന് മാഷാലും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും അബ്ദോനും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും ഹുക്കോക്കും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും റഹോബും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും. നഫ്താലി ഗോത്രത്തിൽ നിന്ന് ഗലീലയിലെ കേദഷും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും ഹമ്മോനും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും കിരിയാത്തായിമും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും. മെറാര്യരിൽ ശേഷിച്ചവർക്ക് സെബുലൂൺ ഗോത്രത്തിൽ നിന്ന് റിമ്മോനോയും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും താബോറും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും. റൂബൻ ഗോത്രത്തിൽ നിന്ന് ജെറീക്കോയിലെ ജോർദാനക്കരെ, ജോർദാന് കിഴക്ക്, മരുഭൂമിയിലെ ബേസറും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും യോക്സായും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും കേദമോത്തും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും മെഫാത്തും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും. ഗാദ് ഗോത്രത്തിൽ നിന്ന് റാമോത്ത് ഗലയാദും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും മഹനായീമും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും യഷ്ബോണും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും യാസറും അതിൻ്റെ മേച്ചിൽ സ്ഥലങ്ങളും. സങ്കീർത്തനങ്ങൾ 26. നിഷ്കളങ്കൻ്റെ പ്രാർത്ഥന. ദാവീദിൻ്റേത്. കർത്താവേ, എന്നെ ന്യായം വിധിക്കണമേ. നിഷ്കളങ്കതയിലാണല്ലോ ഞാൻ വ്യാപരിച്ചത്. ചഞ്ചലപ്പെടാതെ ഞാൻ കർത്താവിൽ ആശ്രയിച്ചു. കർത്താവെ, എന്നെ പരിശോധിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുക. എൻ്റെ അന്തരംഗവും ഹൃദയവും ഉരച്ചു നോക്കുക. അങ്ങയുടെ കാരുണ്യം എൻ്റെ കൺമുമ്പിലുണ്ടല്ലോ. അങ്ങയുടെ സത്യത്തിൽ ഞാൻ വ്യാപരിച്ചു. വ്യർത്ഥമർത്യരോടൊത്ത് ഞാൻ ഇരുന്നിട്ടില്ല, വഞ്ചകരോടൊപ്പം ഞാൻ പോയിട്ടില്ല. ദുർവൃത്തരുടെ സംഘത്തെ ഞാൻ വെറുത്തു, ദുഷ്ടന്മാരോടുകൂടെ ഞാൻ ഇരിക്കുകയില്ല. നിരപരാധിത്വത്തിൽ ഞാൻ എൻ്റെ കരതലം കഴുകുന്നു. കർത്താവെ, ഞാൻ അങ്ങയുടെ ബലിപീഠത്തെ വലം വെക്കുന്നു. അത് കൃതജ്ഞതാരവം മുഴക്കുന്നതിനും അങ്ങയുടെ സകല വിസ്മയകൃത്യങ്ങളും പ്രഘോഷിക്കുന്നതിനുമാണ്. കർത്താവെ, അങ്ങയുടെ വാസഭവനവും മഹത്വത്തിൻ്റെ ആലയസ്ഥാനവും ഞാൻ ഇഷ്ടപ്പെടുന്നു. എൻ്റെ ആത്മാവിനെ പാപികളോടുകൂടെ എണ്ണരുതേ, രക്തദാഹികളോടുകൂടെ എൻ്റെ ജീവനെയും. അവരുടെ കൈകളിൽ കുതന്ത്രമാണ്, അവരുടെ വലത്തുകരം കോഴ നിറഞ്ഞതാണ്. ഞാനോ നിഷ്കളങ്കതയിൽ വ്യാപരിക്കുന്നു. അങ്ങനെ വിമോചിപ്പിക്കുകയും എന്നിൽ കനിയുകയും ചെയ്യണമേ. നിരപ്പായ സ്ഥലത്ത് എൻ്റെ കാൽ ഉറച്ചു നിൽക്കുന്നു. കൂട്ടായ്മകളിൽ ഞാൻ കർത്താവിനെ വാഴ്ത്തും. നല്ല കർത്താവെ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. 123 ദിവസത്തിലേക്ക് വചനവായനയെ എത്തിക്കുന്ന അവിടുത്തെ മഹാകൃപയെ ഞാൻ വാഴ്ത്തി മഹത്വപ്പെടുത്തുന്നു. ദൈവമായ കർത്താവെ, ദാവീദിൻ്റെ ഹൃദയവിശാലതയെ ഒരിക്കൽ കൂടി ഞങ്ങൾ കാണുകയാണ്. ശത്രുവിൻ്റെ പതനവും പരാജയവും പോലും ഒരാഘോഷമാക്കാതെ അതിനെ ഓർത്ത് വേദനിക്കുന്ന ദാവീദിൻ്റെ ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും ഇവർ കടന്നുപോകുന്ന എല്ലാ അനുഭവങ്ങളിലും കൃപയുടെ ഒരു മഹാമാരി അവരുടെ മേൽ വർഷിച്ച് അങ്ങ് സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. കർത്താവെ, 1 വർഷം കൊണ്ട് ബൈബിൾ വായിച്ച് പൂർത്തിയാക്കാൻ ഞങ്ങളെ അങ്ങയുടെ കൃപ തന്ന് സഹായിക്കണമേ. യേശുവിലേക്ക് കണ്ണും നട്ട് ഞങ്ങൾ നടത്തുന്ന ഈ യാത്രയിൽ വചനവായനയിലൂടെ ആഴമായ ദൈവസ്നേഹം ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടി ദൈവവചനത്തിൻ്റെ ശക്തമായ അനുഗ്രഹം സ്വീകരിക്കാൻ ദൈവം നമുക്ക് തന്ന കൃപയ്ക്ക് നന്ദിയോടെ, എപ്പോഴും ദൈവതിരുസന്നിധിയിൽ നന്ദിയോടെ നമ്മൾ യാത്ര ചെയ്യുകയാണ്. നമുക്ക് ഇന്ന് സാവൂളിൻ്റെ മകനായ ഇഷ്ബോഷാത്തിൻ്റെ കൊലപാതകം 2 പേർ ചേർന്ന് നിർവഹിക്കുമ്പോൾ ഈ വാർത്ത ദാവീദിനെ സന്തോഷിപ്പിച്ചില്ല
എന്ന് നമ്മുടെ വായനയിൽ നിന്ന് നമുക്ക് മനസ്സിലായി. ശത്രുവിൻ്റെ പതനത്തിൽ സന്തോഷിച്ച ഒരാളായിരുന്നില്ല ദാവീദെന്ന് ഇതിനു മുൻപുള്ള പല ഉദാഹരണങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സാവൂളിൻ്റെ പടത്തലവന്മാർ റേക്കാബും ബാനായും ഈ രണ്ടുപേർ ചേർന്ന് ഒരു മധ്യാഹ്നത്തിൽ ഉച്ചയുറക്കത്തിലായിരുന്ന ഇഷ്ബോഷേത്തിൻ്റെ തലവെട്ടിയെടുത്ത് ദാവീദിൻ്റെ പക്കലേക്ക് വരുമ്പോൾ ദാവീദിൻ്റെ മറുപടി നീതിമാനായ ഒരാളെ സ്വന്തം ഭവനത്തിൽ കിടക്കയിൽ വെച്ച് അവൻ നിസ്സഹായനായിരിക്കുമ്പോൾ കൊലപ്പെടുത്തിയ നിങ്ങളോട് ഞാൻ പ്രതികാരം ചെയ്യാതിരിക്കുമോ എന്നാണ്. ശത്രു കൊല്ലപ്പെടുമ്പോൾ, ശത്രുവിൻ്റെ പതനം അറിയുമ്പോൾ അതിനെ ഒരു ആഘോഷമാക്കി മാറ്റാതെ അതിൽ വേദനിക്കുന്ന ദാവീദ്, ഞാൻ കഴിഞ്ഞ ദിവസം ഓർമ്മിപ്പിച്ചതുപോലെ പഴയ നിയമത്തിൽ ജീവിച്ച പുതിയ നിയമ കഥാപാത്രമാണ്. നമ്മുടെ ശത്രുക്കളോട് അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുന്നവരോട്, നമ്മുടെ പതനം ആഗ്രഹിക്കുന്നവരോടുള്ള നമ്മുടെ മനോഭാവം നമ്മുടെ ആത്മീയതയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാവമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിഫലനമാണ്. ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക, പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ശത്രുക്കളെ സ്നേഹിക്കുക, ഇങ്ങനെ ആവർത്തിച്ച് ഈശോ പറഞ്ഞു തന്ന പുതിയ നിയമ പ്രബോധനങ്ങൾ തീർച്ചയായും നമ്മുടെ ആത്മീയതയുടെ അളവുകോലുകൾ തന്നെയാണ്. നിങ്ങളുടെ കടക്കാരോട് നിങ്ങൾ ക്ഷമിക്കുന്നത് പോലെ നിങ്ങളുടെ കടങ്ങൾ സ്വർഗീയ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും എന്നാണ് ഈശോ പറഞ്ഞത്. ക്ഷമിക്കുന്നില്ലെങ്കിൽ നിങ്ങളോടും ക്ഷമിക്കുകയില്ല എന്നും അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാനുള്ള ഒരാത്മീയ ഭാവം മാനുഷികമായി അത് എത്ര അസാധ്യമാണെങ്കിലും കർത്താവിൻ്റെ കൃപയിൽ നാം വാങ്ങിയെടുക്കേണ്ടതുണ്ട്. ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് കുരിശിൽ മിഴിവൂട്ടിയ ക്രിസ്തുവിൻ്റെ വഴികളല്ലാതെ പുതിയ നിയമ ജനതയ്ക്ക് വൈരാഗ്യത്തിൻ്റെയോ വെറുപ്പിൻ്റെയോ പ്രതികാരത്തിൻ്റെയോ കലാപത്തിൻ്റെയോ യുദ്ധത്തിൻ്റെയോ ഒരു വഴി ഇല്ല എന്ന് ഈ വചന വായനയിൽ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നിങ്ങളുടെ ഈ വചനയാത്രയിൽ നിങ്ങളോട് കൂടെ യാത്ര ചെയ്യുന്നതിന് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഓരോ ദിവസവും ഈ വചന വായനയിലൂടെ നിങ്ങളുടെ അടുത്തേക്കെത്താൻ ഞാൻ അതിയായ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നു. അതുവരെ പരസ്പരം പ്രാർത്ഥിക്കുക മാത്രമല്ല, ഈ വചന വായനയെ അനേകരുമായി പങ്കുവെക്കുകയും പരിചയപ്പെടുത്തുകയും ചെയ്യാൻ ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പാതി വഴിയിൽ എവിടെയെങ്കിലും ഈ വായന മുടങ്ങിപ്പോയാലും നിങ്ങൾ ഭാരപ്പെടാതെ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അടുത്ത ദിവസം വീണ്ടും തുടങ്ങുക എന്ന് നിരന്തരമായി ഓർമ്മിപ്പിക്കുന്നത് വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളെ അനുസ്മരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്നേഹിതരോടും സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും പരിചയക്കാരോടും ഈ വചന വായന പരിചയപ്പെടുത്തുന്നത് ഒരു സുവിശേഷ വേലയായി നിങ്ങൾ കരുതണമേ. നിങ്ങളുടെ ഈ ദിവസം കർത്താവ് ഒരു അനുഗ്രഹമാക്കി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ ഡാനിയലച്ചൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുവരെ സ്നേഹിക്കുക, പ്രാർത്ഥിക്കുക, ഈശോയെ പങ്കുവെക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.